നമസ്കാരം. കലകളാരവം നാളെ മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. പൂരനഗരിയിൽ നാളെ സ്കൂൾ കലോത്സവത്തിന് വിഭവങ്ങൾ ഒരുക്കാൻ പഴയിടം മോഹനൻ നമ്പൂതിരിയും സംഘവും തൃശൂരിലെ ഊട്ടുപുരയിലെത്തി. 22ാം തവണയാണ് മോഹനൻ നമ്പൂതിരി സംസ്ഥാന കലോത്സവത്തിന് ഊട്ടുപുരയൊരുക്കുന്നത്. 10,000-ഓളം പേർക്കാണ് ദിവസവും ഭക്ഷണം ഒരുക്കേണ്ടത്. പതിവിൽ നിന്നും വിപരീതമായി ഇത്തവണ അത്താഴത്തിന് ചോറുണ്ടാകില്ല, പകരം ചപ്പാത്തി വിളമ്പും. ചപ്പാത്തിക്കൊപ്പം വെജിറ്റബിൾ കറി, കുറുമ, ഗോബി മഞ്ചൂരിയൻ എന്നിവ മാറി മാറി നൽകും. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ആദ്യം ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. ചാവക്കാട് എടക്കഴിയൂർ നേർച്ചയ്ക്കിടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശി. ചാലക്കുടി വെറ്റിലപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനിടെ കാട്ടാനകൾ എത്തിച്ചേർന്നത് പരിഭ്രാന്തി പരത്തി. രാത്രി കാവടിയാട്ടം നടക്കുന്നതിനിടെയാണ് 2 കാട്ടാനകൾ മേളക്കാർക്കിടയിലേക്ക് എത്തിയത്. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. ഒഴിവായത് വൻ അപകടം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ചാവക്കാട് എടക്കഴിയൂർ നേർച്ചയ്ക്കിടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശി. ഇതോടെ നേർച്ച കാണാനെത്തിയവർ ചിതറിയോടി. തുടർന്ന് പോലീസ് നടത്തിയ ലാത്തിയടിയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 2 ദിവസമായി നടന്ന നേർച്ച ഇന്നലെ പുലർച്ചെയാണ് സമാപിച്ചത്. ചാലക്കുടി വെറ്റിലപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനിടെ കാട്ടാനകൾ എത്തിച്ചേർന്നത് പരിഭ്രാന്തി പരത്തി. കഴിഞ്ഞ ദിവസം രാത്രി കാവടിയാട്ടം നടക്കുന്നതിനിടെയാണ് 2 കാട്ടാനകൾ മേളക്കാർക്കിടയിലേക്ക് എത്തിയത്. എന്നാൽ കാട്ടാനകൾ കാവടിക്കടുത്ത് വെച്ച് എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയതിനാൽ വൻ അപകടം ഒഴിവായി. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിരവധി ഭക്തരും എത്തിയിരുന്നു. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. ഒഴിവായത് വൻ അപകടം. പൈപ്പുകൾ കെട്ടിയിരുന്ന കയറുകൾ ദൃഢമല്ലാതിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃഷ്ണൻകോട്ട കൊടകര ദേശീയപാതയിൽ മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. മാള പള്ളിപ്പുറത്തെ സ്റ്റീൽ ഫാക്ടറിയിൽ നിന്ന് 3 പീടികയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്നാണ് പൈപ്പുകൾ വഴിയിലേക്ക് വീണത്. അലക്ഷ്യമായി കെട്ടിക്കൊണ്ടുപോയിരുന്ന സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്ത് സമീപത്ത് മറ്റു വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പൈപ്പുകൾ കെട്ടിയിരുന്ന കയറുകൾ ദൃഢമല്ലാതിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ഇതേ കമ്പനിയിലേക്ക് വരികയായിരുന്ന വാഹനത്തിൽ നിന്നും സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് വീണ സാഹചര്യമുണ്ടായിരുന്നു. അനാസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ മാൾവള്ളിപ്പുറത്തുള്ള സ്റ്റീൽ കമ്പനിയിൽ നിന്നാണ് നിരന്തരം ഇത്തരത്തിൽ ഈ റോഡിലൂടെ വാഹനങ്ങൾ ഈ ഓവർലോഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുണ്ടായിരുന്നത് 11:30-ഓടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് വളരെ സേഫ്റ്റി 2.5 ടൺ വെയിറ്റാണ് ഈ ചെറിയൊരു വാഹനത്തിൽ കൊണ്ടുവരുന്നത്. ഒരു സേഫ്റ്റി മാർഗങ്ങളും പാലിച്ചിട്ടില്ല. ഇത് കെട്ടിയിരിക്കുന്ന കയറ് കണ്ടോ, ഒരാടിനെ കെട്ടുന്ന കയറ് ഉപയോഗിച്ചിട്ടാണ് ഈ ഇത്രയും വലിയ ലോഡ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഈ അപകടങ്ങൾ ഈ റോഡിലുണ്ടാകുമ്പോൾ പലവട്ടം ഈ സ്ഥാപന ഉടമയോട് പറയാറുണ്ട്, ഈ വാഹനങ്ങളിൽ ലോഡ് ചെയ്ത് വിടുമ്പോൾ അതിൻ്റെ സേഫ്റ്റി മാർഗങ്ങൾ പാലിച്ചിട്ട് വേണമെന്ന് പലവട്ടം പൊതുജനങ്ങളുടെ നാട്ടുകാർ ആവശ്യപ്പെട്ടും ഇതുവരെ അത് പാലിക്കപ്പെടുന്നില്ല. ഇത് ഭാഗ്യം കൊണ്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്ന പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. ഇനിയും ഇത് ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരാൻ ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. മീഡിയ ടൈം. മാള മകന്റെ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കിഴക്കേപ്രം വെയർഹൌസിന് സമീപം പൊന്നേടത്ത് വീട്ടിൽ 74 വയസ്സുള്ള രാജനെ പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മകൻ ജിയേഷിന്റെ ഭാര്യ 34 വയസ്സുള്ള അനൂപ കഴുത്തിന് പരിക്കേറ്റ് ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. അനൂപയുടെ മുറിവ് ഗുരുതരമല്ല.
ചെവിയുടെ ഭാഗത്തും മുഖത്തും മർദ്ദനമേറ്റിട്ടുണ്ട്. പരിക്കേറ്റ അനൂപയെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രാജനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കലോത്സവത്തിന്റെ തലേദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത്. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളും കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ കലവറ നിറച്ചു തുടങ്ങി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 4000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20,000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 4 നേരമായി 60,000 പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് ഒരു പൊതുവിൽ എടുത്തിട്ടുള്ള ഒരു കണക്കെന്ന് പറയുന്നത്. നമ്മുടെ ഇതിന്റെ ചുമതല വഹിക്കുന്ന നമ്പൂതിരി ഇവിടെ ഉണ്ട്. കുട്ടികൾ ശേഖരിച്ച പച്ചക്കറി നല്ല പച്ചക്കറിയാണ്. അങ്ങനെ ഒരു വ്യാപകമായ തോതിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിയൊന്നുമല്ല ശേഖരിച്ചത്. ഒരറിയിപ്പ് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ശേഖരിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ പലതരം തേങ്ങ അടക്കമുള്ള പലതരം പച്ചക്കറിയെല്ലാം കൂടെ ഒരു ദിവസം ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തികയുമെന്നാണ് ഇതിന്റെ പാചകക്കാരനായിട്ടുള്ള പഴയിടം നമ്പൂതിരി പറയുന്നത്. വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു നല്ല ഒരു സ്റ്റാർ ഹോട്ടലിന്റെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മെത്തയുണ്ട്, തലകണയുണ്ട്, ഷീറ്റുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണി വരെ കലവറ പ്രവർത്തിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയം കൈവരിച്ച നേട്ടങ്ങൾ ഏറെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ കായിക കലാ കഴിവുകളൊക്കെ തന്നെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ മികവുറ്റ രീതിയിൽ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ വിദ്യാലയത്തിന് വളരെയധികം പേരും പ്രശസ്തിയും നേടിയതാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഇവരുടെ ഒപ്പം ഉണ്ടാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നാടൻപാട്ട് കലാകാരി കെ നിഖിത വിശിഷ്ടാതിഥിയായി. KS ലേഖ, സൗമ്യ ജോജി, MB പ്രസാദ്, EP രാജീവ്, ബിന്ദു സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ചരിത്ര അധ്യാപിക PV വലജ, ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപിക MN ഗീത എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാവക്കാട് എടക്കഴിയൂർ നേർച്ചയ്ക്കിടയിൽ യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ലാത്തി വീശി. ചാലക്കുടി വെറ്റിലപ്പാറ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്സവാഘോഷത്തിനിടെ കാട്ടാനകൾ എത്തിച്ചേർന്നത് പരിഭ്രാന്തി പരത്തി. രാത്രി കാവടിയാട്ടം നടക്കുന്നതിനിടെയാണ് 2 കാട്ടാനകൾ മേളക്കാർക്കിടയിലേക്ക് എത്തിയത്. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. ഒഴിവായത് വൻ അപകടം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.